അങ്ങനെ ചെയ്തായിരുന്നു, സെക്കൻഡ് ഹീറോയിനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാസ്റ്റിംഗിൻ്റെ അയച്ചിട്ടുണ്ടായിരുന്നു. അയച്ചു. ഫസ്റ്റ് പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റായി. പിന്നെ ഓഡിഷന് വിളിച്ചു. ഓഡിഷൻ ഒരു 2 റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 റൗണ്ടും ക്ലിയർ ചെയ്തു. അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഓക്കെ വിളിക്കുമായിരിക്കും, മേ ബി വിളിക്കില്ലായിരിക്കും, അങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ റൈറ്ററാണ് വിളിച്ച് സംസാരിച്ചു. ആ പടത്തിൽ ഇന്നായി. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, നമ്മളെല്ലാം അയക്കുന്നത് പോലെ അയച്ചതാണ്. അത് ഭയങ്കര, എന്നിട്ട് ആ ഡയറക്ടറും നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കാൻ വിളിച്ചപ്പോഴത്തേക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് ഷറഫക്കൻ്റെ കൂടെയാണ്. പിന്നെ അതിൽ ഫസ്റ്റ് പടത്തിൽ തന്നെ ഒരു സെക്കൻഡ് ലീഡായിട്ട് ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ നമ്മുടെ ഹാർഡ് വർക്കിൻ്റെതും പിന്നെ ഈ പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് നമുക്ക് ആ പ്രൊജക്റ്റ് വന്നു. ഇല്ലെങ്കിൽ എന്താ പറയുക, ദൈവത്തിൻ്റെയും ഭയങ്കര ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് ആ പ്രൊജക്റ്റ് വന്നത് ഭയങ്കര ലക്കായിരുന്നു. പിന്നെ ഈ പ്രൊഡക്ഷനും ഭയങ്കര വലിയൊരു പ്രൊഡക്ഷനായിരുന്നു. അജിത് വിനായക പ്രൊഡക്ഷൻസിലാണ് മധുവിധു ഉണ്ടായിരുന്നത്. പൊന്മാനൊക്കെ കഴിഞ്ഞ ഉടനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തോ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഭയങ്കര സന്തോഷം. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് കിട്ടുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഷർഫുക്കയാണ് ഇതിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തോന്നിയൊരു ഫീൽ എന്തായിരുന്നു? ബിന്ദു പണിക്കർ ചേച്ചിയുണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഷറഫുക്ക എല്ലാം സീനിയർ ആക്ടേഴ്സ് ആയിരുന്നു, ഞാനും കല്യാണി ഒഴിച്ച്. കല്യാണിയുടെയും ഫസ്റ്റ് ഡെബ്യൂ ആയിരുന്നു, എൻ്റെയും. അപ്പോൾ ബാക്കി എല്ലാവരും, പിന്നെ ഡയറക്ടറേയും വിഷ്ണു ചേട്ടൻ്റെയും ഫസ്റ്റ് സിനിമയായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും, ഈ സായി അങ്കിള്, പിന്നെ ജഗദീഷ് ചേട്ടൻ, ബിന്ദു പണിക്കർ, ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. വലിയത് ഷർഫുക്ക. അപ്പം ഷർഫുക്കൻ്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് കേട്ടപ്പോഴും വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി. അപ്പം അതിൻ്റെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഷർഫുക്കയുടെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടാകുമ്പോൾ നമ്മളത് മാക്സിമം എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ കാരണം ഒരുപാടത് അവർക്കത് ബുദ്ധിമുട്ടാവരുത്, ഒരുപാട് ടേക്ക് പോകരുത് എന്നൊക്കെയുള്ള ആ ഒരു പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാട് തവണ സ്ക്രിപ്റ്റ് വായിച്ചു. എൻ്റെ പോർഷൻസ് ഞാനിങ്ങനെ ചുമ്മാ പ്രാക്ടീസൊക്കെ ചെയ്യുമായിരുന്നു ഷൂട്ടിന് മുന്നേ പോകുന്ന ആ സമയത്ത്. പക്ഷേ വൺസ് സെറ്റിൽ വന്നപ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആയിരുന്നു. അടിപൊളിയായിരുന്നു ആ സെറ്റ്. പിന്നെ ഡയറക്ടറാണെങ്കിലും നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് കാര്യങ്ങളൊക്കെ നന്നായി പറഞ്ഞു തന്ന് ഒരു ഫൺ സെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പിന്നെ ഓക്കെ ആയിരുന്നു. ആ ഒരു കെമിസ്ട്രി ഒക്കെ വർക്ക്ഔട്ട് ആയപ്പോഴത്തേക്ക് എല്ലാവരുമായിട്ട് ഭയങ്കര ജോളിയായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യാനും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഷർഫുക്ക എന്ന് പറയുമ്പോൾ പ്രേമത്തിൽ നമ്മൾ കണ്ട ആളല്ല. ഇപ്പോൾ അഞ്ചാം പാതിര ഒക്കെ ലൈക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ട് ചെയ്തിട്ട്. പിന്നെ ബിന്ദു പണിക്കർ ചേച്ചി ലെജൻഡറി ആക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രങ്ങൾക്കൊക്കെ നമ്മൾ ഇപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന ഓരോ ഡയലോഗ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരെ നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മളെങ്ങനെ മിങ്കിൾ ചെയ്യും, ലൈക്ക് അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ലേ? അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്ത്? ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് അങ്ങനെ കാണിച്ചിട്ടില്ല ടെൻഷനുള്ളത്. ഞാൻ കുറച്ച് ചില്ലായിട്ട് അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും മിങ്കിൾ ചെയ്യാൻ നോക്കിയായിരുന്നു. ആദ്യം ചെന്നപ്പോൾ തന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് ആൾക്കാരോട് മിണ്ടും, പെട്ടെന്ന് സംസാരിക്കും. എനിക്ക് കുറച്ച് എക്സ്ട്രോവേർട്ടാണ്. അപ്പം മാക്സിമം നമ്മുടെ ഒരു സ്പേസ് അല്ലെങ്കിൽ അത് ആക്കി എടുക്കുന്ന കൂട്ടത്തില, ലൈക്ക് നന്നായിട്ട് മിണ്ടും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ഡേ ഷൂട്ടിന് തന്നെ കല്യാണിക്ക് അന്ന് ഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബിന്ദു പണിക്കരും മാമും ഉണ്ടായിരുന്നു, സായങ്ങളും ഉണ്ടായിരുന്നു. ബിക്കോസ് കല്ലൂൻ്റെ ആദ്യത്തെ ഡേ ഷൂട്ടിന് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് മിണ്ടിയിട്ടും അവിടെ നിന്ന് കുറച്ച് സെറ്റായിരുന്നു. പിന്നെ ഈ ജഗദീഷ് ചേട്ടൻ്റെ പെർഫോമൻസ് ഇതൊക്കെ നമുക്ക് കാണാൻ അവിടെ നിന്ന് പറ്റി. എനിക്ക് അന്ന് ഷൂട്ടുണ്ടായിരുന്നില്ല, പൂജ ദിവസം ഷൂട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ് ആദ്യം തന്നെ കാണാൻ പറ്റി. അവർ സിംഗിൾ ടേക്കിൽ ഓക്കെ ആക്കണതും അത്രയും ലെങ്തി ഡയലോഗ് ഒരുമിച്ച് ഇങ്ങനെ പറയാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ എല്ലാവരുടെ പെർഫോമൻസും കണ്ടിട്ട് ഞെട്ടിയിട്ടിരിക്കാറുണ്ട് അവിടുന്ന്. അപ്പോൾ ടെൻഷൻ വന്നില്ലേ? ഓക്കെ, അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, എനിക്കത് പറ്റുമോ, അങ്ങനെ ടെൻഷൻ വന്നായിരുന്നു? പറ്റുമോ എന്നുള്ള ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാൻ വെക്കാറില്ല, അത് ഞാൻ ആലോചിക്കാറില്ല. പറ്റും, അങ്ങനെയാണല്ലോ നമ്മൾ ഇതിൽ വരുന്നത്. പറ്റും എന്നുള്ള അതെ, പറ്റും, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം, പറ്റും. പക്ഷെ നന്നായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. നന്നായിട്ട് ആ ക്യാരക്ടർ നമുക്ക് കിട്ടിയത്, അത് അയ്യോ ആ ക്യാരക്ടർ വേറെ ആർക്കുണ്ടെങ്കിലും ജയിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പിക്കരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കിട്ടിയത് നന്നായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫ്രണ്ട്സിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു അവരോട് പറയുമ്പോൾ? ഫ്രണ്ട്സ് ആയിരുന്നു ഫസ്റ്റ് ഡേ നീ എന്തുകൊണ്ട് സിനിമ ട്രൈ ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് ഞാൻ ഒരുപാട്
ഈ ഷോർട്ട് ഫിലിംസ് മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അവർ കാണുന്നുണ്ടല്ലോ. അപ്പം നീ സിനിമയും കൂടി ട്രൈ ചെയ്ത് പറഞ്ഞതേ അവരായിരുന്നു. പിന്നെ ഈ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മ, അനിയൻ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് തന്നെയാണ്. ബിക്കോസ് അവരില്ലെങ്കിൽ എല്ലാ രീതിക്കും എൻ്റെ ഈ ഒരു ജേർണിയിലുള്ള എല്ലാ ഫേസിലും അവർ കൂടെ ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലി ആയിക്കോട്ടെ, മെൻ്റൽ സപ്പോർട്ട് ആയിക്കോട്ടെ, ഫുൾ നമ്മളൊരു പോയിന്റ് എത്തുമ്പം ഇനി മതി സ്റ്റക്കാവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൂടെ നിന്ന് ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയും വർഷം നീ നോക്കിയില്ലേ, ഇനി എന്തായാലും കിട്ടും, ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ പടം ചെയ്തപ്പോൾ അവരായിരുന്നു ഏറ്റവും കൂടുതൽ, എന്നേക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റും എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിരുന്നത് അവർ തന്നെയായിരുന്നു. അനുവായിട്ട് അങ്ങോട്ട് പറയാണ്ട് അതിന് മുന്നേ നിനക്കത് ട്രൈ ചെയ്തുകൂടെ, അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഫാമിലിയിൽ നിന്ന് അങ്ങനെ വന്നിട്ടേ ഇല്ല. ഫാമിലിയിൽ നിന്ന് ഞാനാണല്ലോ ഫസ്റ്റ് പറയുന്നത്. ഫ്രണ്ട്സിൽ വന്നിട്ടുണ്ട്, ഫ്രണ്ട്സിൽ പറയാറുണ്ട്. ഇപ്പം നമ്മളെ ഈ റീൽസ്, ടിക്ടോക്ക് ആ സമയത്തൊക്കെ പറയുമായിരുന്നു, നീ ട്രൈ ചെയ്യ്, ഇങ്ങനെ ട്രൈ ചെയ്യ്, ഇൻസ്റ്റയിൽ വീഡിയോ ഇട്, അപ്പോഴൊക്കെ അങ്ങനെ വർക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുവിന് എപ്പോഴാണ് തോന്നിയത് ലൈക്ക് മൂവി വേണം, എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം? കുഞ്ഞു മുതലേ ഇഷ്ടമാണ്. നമ്മൾ സിനിമകൾ കണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സിനിമ, അഭിനയം. ബിക്കോസ് ഞാനൊരു ഈ കൾച്ചറൽസിലൊക്കെ പങ്കെടുക്കുന്നതായതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ഫോക്ക് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അതിൽ കൂടുതലും ഈ ആക്ടിങ് പരിപാടിയാണല്ലോ. അപ്പോൾ അത് ഭയങ്കര നന്നായിട്ട് ചെയ്യുമായിരുന്നു. ആ സമയം മുതലേ അഭിനയിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇത് എന്താ പരിപാടി, എങ്ങനെയാണ്, ഇതൊന്നും അറിയാത്ത ഇതുകൊണ്ട് അതിന് ട്രൈ ചെയ്തില്ല. പക്ഷെ വൺസ് റിയലൈസ് ചെയ്തപ്പം നമുക്ക് ഈ ഓഫീസ് ജോബ് അല്ലെങ്കിൽ ഇതല്ല, കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, സിനിമ ട്രൈ ചെയ്തിട്ട് ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പോയിന്റൊക്കെ എത്തിയപ്പം ഞാനായിട്ട് അതിലേക്ക് ഇറങ്ങുമായിരുന്നു. ഐ മീൻ എൻ്റെ ഓൺ ഡിസിഷൻ ആയിരുന്നു സിനിമ എന്നുള്ളത്. ഇപ്പോൾ അനു വരുന്നത് കോഴിക്കോട് നിന്നാണ്. അപ്പോൾ മലബാർ ഏരിയയിലെ ഭാഷ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നോർമലി ഈ എറണാകുളം സൈഡിലൊക്കെയാണ് ഫിലിംസിന് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, വടകരയാണല്ലേ മനസ്സിലും, അപ്പോൾ വടകരയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സ്ലാങ് നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് പ്രോപ്പർ കോഴിക്കോട് അല്ലെങ്കിൽ വടകര സ്ലാങ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതില്ല. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഹോം ടൗണിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഫ്രണ്ട്സൊക്കെ കുറവാണ്. അങ്ങനെ ആരോടെങ്കിലും സംസാരിക്കുന്നത് അത് എൻ്റെ അമ്മയും അനിയനും അച്ഛനും മാത്രമേ, അല്ലെ ഫാമിലിയിലുള്ളവർ മാത്രം. അതിപ്പോൾ ഡെയിലി നമ്മൾ കോൾ ചെയ്യുന്ന അത്രയല്ലേ ഉള്ളൂ. ബിക്കോസ് ഞാൻ 12th വരെ പഠിച്ചത് പോണ്ടിച്ചേരി ഡിസ്ട്രിക്റ്റിലാണ്, ചാലക്കര എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ എനിക്ക് മിക്സഡ് ഫ്രണ്ട്സ് ആണുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെയും സ്ലാങ്ങും കുറച്ചുണ്ട്. നാദാപുരത്തെ അല്ലെങ്കിൽ ഇരിങ്ങണ്ണൂരുടെ അല്ലെങ്കിൽ വടകരയുടെ സ്ലാങ് ഫുള്ളായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് എനിക്കത് ഇല്ല. എന്നുവെച്ചാൽ ഓരോരോ സ്ഥലത്തായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും മൊത്തം വേറെ. അതെ. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും നാട്ടിൽ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സും അങ്ങനെയൊന്നും ഇല്ല. അപ്പം വല്ലപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്. ബിന്ദു ചേച്ചിയൊക്കെ ആണെങ്കിലും സെറ്റില് നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെയാണ് സെറ്റിൽ? അതോ ഭയങ്കര പാവാ? ഭയങ്കര അടിപൊളിയാ. അങ്ങനെ തന്നെയാ, കുറച്ച് നന്നായി മിണ്ടുന്നത്, അല്ല അടിപൊളിയാണ് അവര്. ഫാമിലി എല്ലാരും സെറ്റിൽ ഉണ്ടാവും. കോമ്പിനേഷൻ ആയിരുന്നു അതിലുണ്ടായിരുന്നു, കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റൽ സീനിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. സയങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മളെ കൂടെ ഫുൾ ത്രൂ ഔട്ട്. ബിക്കോസ് അച്ഛനായിട്ടല്ലേ ചെയ്തത്, അപ്പം എന്റെയും കല്ലുവിന്റെയും പപ്പയായിട്ടാ ചെയ്തത്. അപ്പം ത്രൂ ഔട്ട് നമ്മള് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു തരും സയങ്ങളൊക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഇപ്പോ എന്തെങ്കിലും സീൻ ചെയ്യുമ്പോൾ അതിന്റെ പറഞ്ഞൊക്കെ തരും. അതിൽ ഏറ്റവും കൂടുതൽ ആരായിട്ടായിരുന്നു വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ഉള്ളത്? ഐ മീൻ ഉള്ള പോർഷൻ ഷറഫിക്കായിട്ടായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. എല്ലാവരുമായിട്ട് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരുന്നു. ആരും ഈ പറഞ്ഞ പോലെ സീനിയർ അല്ലാണ്ട് പുതിയ വന്നത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ സെറ്റിൽ. എല്ലാവരും ഈക്വൽ ആയിട്ട്. അതാണ് ഒരു ഭയങ്കര ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫസ്റ്റ് വർക്കിൽ നമ്മൾ പോകുമ്പോൾ അങ്ങനെ നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര, എനിക്കത് പ്ലസ് ആയിട്ട് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ പണ്ടത്തെ ഒരു സിനിമയല്ല ഇപ്പോൾ. ലൈക്ക് പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ജൂനിയേഴ്സിന് വെള്ളം കൊടുക്കുന്ന പോലും സ്റ്റീൽ ഗ്ലാസ്സിലായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് മേ ബി അത് പഴയ സമയത്ത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ബിക്കോസ് എനിക്കത് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. നമ്മളെ മധുവിധു, ഞാൻ പറഞ്ഞില്ല, ആ പ്രൊഡക്ഷൻ അടിപൊളിയായിരുന്നു. അജിത് വിനായക പ്രൊഡക്ഷൻസ് എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് എല്ലാവരെയും ഒരേപോലെ ആ ഒരു
ഭയങ്കരമായിട്ട് അങ്ങനെ ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. എന്താ എനിക്കെന്താ ഇങ്ങനെ അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യേണ്ട ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇപ്പം നമുക്കൊരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും, കല്ലു, ഞാൻ, കൗമുദി, അതിൽ വേറൊരു ക്യാരക്ടർ ചെയ്ത കൊച്ച്, പിന്നെ സീമ, അങ്ങനെ എല്ലാവരും നമ്മൾ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിച്ച് നമ്മൾ ഇപ്പോൾ കാരവനിൽ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത്. അപ്പം അങ്ങനെ വേറെ വേറെ മാറിപ്പോ അതൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ആദ്യം മലയാളത്തിൽ വന്നിട്ട് തമിഴിൽ പോവാണ്. ഇത് നേരെ റിട്ടേൺ ആണ്, ഓപ്പോസിറ്റ് സൈഡ്. ആദ്യം തമിഴ് പോകുന്നു, പിന്നെ മലയാളത്തിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടുന്നു. ഓക്കെ, ഇപ്പം തമിഴ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം എക്സ്പീരിയൻസ് എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു? ലൈക്ക് ഭാഷ ഡിഫറെൻ്റ് ആണ് എല്ലാം. എൻ്റയർലി മലയാളം പോലെയല്ല. തമിഴ് ലാംഗ്വേജ് ഇങ്ങനെ സീൻ ഇല്ലായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ്. അപ്പം എനിക്ക് തമിഴ് മനസ്സിലാവും, വായിക്കാൻ അറിയത്തില്ല എന്നേ ഉള്ളൂ, മനസ്സിലാവുകയും ചെയ്യും, പറയാനും അറിയാം. 5 years ഞാൻ കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് തമിഴ് സിനിമയും കാണുന്നുണ്ടല്ലോ. തമിഴ് ലാംഗ്വേജ് ഒരു ബാരിയറായിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കാറേ ഇല്ല. ചെറുപ്പത്തിൽ ഞാൻ കന്നഡയിൽ സിനിമ വരെ ചെയ്തിട്ടുണ്ട്. കുറേ നാൾ മുന്നേ, കുറേ വർഷം മുന്നേ. അതുകൊണ്ട് ലാംഗ്വേജ് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. നമുക്ക് തരുന്നത് എന്തായാലും നമ്മുടെ വല്ല തംഗ്ലീഷിലോ അങ്ങനെയൊക്കെ ആയിരിക്കും എഴുതി തരുന്നത്. അപ്പം അതങ്ങനെ പഠിച്ച് അത് ലിപ്പ് കൊടുക്കുന്നതിന് വലിയ സീൻ ഉണ്ടാവാറില്ല. പിന്നെ തമിഴിൽ പടം ചെയ്യുമ്പം എനിക്ക് തോന്നിയത് ആക്ച്വലി നല്ലതായി. അവിടുത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടിയപ്പോൾ എനിക്ക് അതും ഒരു പ്ലസ് ആയിരുന്നു. ഇവിടെ പടം ചെയ്യുമ്പം ആദ്യമായിട്ട്, പക്ഷെ അവിടെ ഞാൻ ചെയ്തതെല്ലാം ന്യൂ കമേഴ്സ് ആയിരുന്നു കേട്ടോ. ഹബീബിയിൽ ഈ പറഞ്ഞ പോലെ കസ്തുരാജ സർ മാത്രം ഒരു സീനിയർ ഉണ്ടായിരുന്നുള്ളൂ, ധനുഷിന്റെ അച്ഛൻ. പുള്ളിയാണ് അതിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കസ്തുരാജ സാറാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാള്. സാറ് ഡയറക്ടർ ആയിരുന്നു, ഇത്രയും ഇയേഴ്സ് ആയിട്ട് ഡയറക്ടർ ആയിരുന്നു. അപ്പം അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും ഫ്രഷ് ഫേസ് തന്നെയായിരുന്നു ആ സിനിമയിൽ. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും അവിടെ പടം ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. ഇവിടെ വന്ന് ചെയ്തപ്പം കുറച്ചും കൂടി എനിക്ക് അത്ര ക്യാമറ അങ്ങനെ അല്ല, ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതിന് അത്ര പേടിയൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ പോയി, അതുപോലെ മലയാളത്തിലും. അപ്പോൾ തമിഴിൽ അവരുടെ ഒരു ബിഹേവിയറിൽ ഈ ഒരു ക്യാരക്ടർ കൊള്ളാം, അല്ലെങ്കിൽ അവർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി ഈ പോസിറ്റീവോ നെഗറ്റീവോ, അതുപോലെ മലയാളത്തിലും രണ്ടിനും ഉണ്ടായിരുന്നൊരു അനുഭവം പറയും. വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. 2 സെറ്റും ഞാൻ പറഞ്ഞില്ല, അത് ഹബീബി ചെയ്തത് ഒരു 3 years ബാക്കാണ്. 3 years ബാക്കായിട്ട് പോലും ഇപ്പോൾ ഉള്ളത്ര പോലും എനിക്ക് മേ ബി കോൺഫിഡൻസ് ഉണ്ടാവില്ല. പക്ഷെ എനിക്കത് തമിഴിൽ ചെയ്യുന്നോ അല്ലെങ്കിൽ ഓക്കെ ആ ഇൻഡസ്ട്രി എങ്ങനെയായിരിക്കും എന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല നല്ല അനുഭവമേ ഉണ്ടായിട്ടുള്ളൂ. നല്ലായിരുന്നു, നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അത് പടം ഷൂട്ട് ചെയ്യുമ്പോഴും പടം ഷൂട്ട് കഴിഞ്ഞപ്പോഴും ഈ 3 years ആയിട്ട് ഇപ്പോഴാണ് റിലീസ് ആവുന്നത്. അപ്പം ഇപ്പോഴും നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. അതേപോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. രണ്ടും 2 ഇൻഡസ്ട്രിയാണ്, 2 ടൈപ്പ് ഓഫ് ആൾക്കാർ, 2 ടൈപ്പ് ഓഫ് കൾച്ചർ, എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. പക്ഷേ രണ്ടും 2ൻ്റെതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ടായിരുന്നു. 2 സെറ്റിൽ വർക്ക് ചെയ്യാനും അടിപൊളിയാണ്. എനിക്കിപ്പം ഇനിയും തമിഴ് പ്രൊജക്റ്റ് വന്നാൽ എനിക്ക് ചെയ്യണം എന്നുണ്ട്. ബിക്കോസ് അത്രയും നല്ലായിരുന്നു. അവിടുത്തെ ഓഡിയൻസ് പടം ഇറങ്ങിയപ്പോൾ ഉള്ള അവരുടെ ഒരു റെസ്പോൺസ്, അവർ നമ്മളെ കാണുന്ന അല്ലെങ്കിൽ അവർ നമ്മളോട് ആ ഒരു അവർക്ക് ഇഷ്ടമായത് പ്രകടിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ്. അവർ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാളത്തിലും പടം ഇറങ്ങിയ പിന്നെ ഒരുപാട് നല്ല അപ്രിസിയേഷനും, ഐ മീൻ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും സെറ്റിലും നല്ലതെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് ഓഡിയൻസ്, പിന്നെ അങ്ങനത്തെ ഒരു പടമാണ് ഹബീബി. അത് കുറച്ചും കൂടെ ആൾക്കാർക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു അങ്ങനത്തെ ഒരു ജോണറ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഭയങ്കര ഒരുപാട് കരഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. അത് ഞാൻ നമുക്ക് കാണുമ്പോൾ വിഷമാണെങ്കിലും പക്ഷെ ഞാനത് ഭയങ്കരമായിട്ട് ലൈക്ക് നമുക്കത് കിട്ടുമ്പോൾ അത് എൻജോയ് ചെയ്യുമല്ലോ. അതെ, നമ്മൾ ചെയ്തൊരു കാര്യം അവർക്ക് അത്രയും അവർക്ക് കൊണ്ടു എന്ന് മനസ്സിലാകുമ്പോൾ അവിടെയാണല്ലോ നമ്മുടെ ആ ക്യാരക്ടറിന് ജസ്റ്റിഫൈ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടും അടിപൊളിയാണ്. എനിക്ക് 2 ഇൻഡസ്ട്രിയും, എനിക്ക് എല്ലാ ഇൻഡസ്ട്രിയും ട്രൈ ചെയ്യണമെന്നുണ്ട് കേട്ടോ. തെലുഗും ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. വീട്ടിൽ ഫസ്റ്റ് ആയിട്ട് മൂവി കണ്ടിട്ട് അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വീട്ടിൽ ഫസ്റ്റ് കണ്ടത് മധുവിധമാണ്. മധുവിധം ഇറങ്ങിയതിന് ശേഷമാണ് ഹബീബി ഇറങ്ങിയത്. അപ്പോൾ മധുവിധമാണ് കണ്ടത്. എല്ലാവരും എൻ്റെ നാട്ടിൽ ഐ മീൻ എൻ്റെ ഒരു ഹോം ടൗണിലുള്ള മിക്കവരും എൻ്റെ പടം കണ്ടിട്ടുണ്ട്. ഇതുവരെ തിയേറ്ററിൽ പോകാത്തവർ പോലും പോയിട്ട് കണ്ടിട്ടുണ്ട്, ഈ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ഇങ്ങനെ
കുറച്ചൊരു റിമോട്ട് ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്ന് നാട്ടിൽ ആരും സിനിമ എന്നൊക്കെ പറയുന്നത് ഭയങ്കര അറിയത്തില്ല അവർക്ക്, അല്ലെങ്കിൽ സിനിമയിൽ ആണോ എന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര വലിയ സംഭവം എന്നുള്ളത്. അപ്പം പടം ഇറങ്ങിയപ്പം ആദ്യം ഫാമിലി എല്ലാവരും പോയി കണ്ടു. പിന്നെ നാട്ടിലുള്ള എല്ലാവരുടെ അടുത്തും പറഞ്ഞപ്പോൾ എല്ലാവരും പോയി കണ്ടു. എല്ലാവരും പോയി കണ്ടിട്ട് അവർക്കൊക്കെ അത്രയും ഓക്കെ. കാരണം വിളിക്കുക മാളു എന്നാണ്. അപ്പം മാളു സിനിമയിലാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ള അവർക്ക് വിശ്വാസം വന്നത് പടം ഇറങ്ങിയപ്പോഴാണ്. അതുവരെ ലൈക്ക് എന്തോ ഞാൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നു, ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോഴാണ് അവർക്ക് വിശ്വാസം വന്നതും അവരത് പോയി എക്സ്പീരിയൻസ് ചെയ്തു. എല്ലാവരും ഓഡിയോ മെസ്സേജിലൂടെ അമ്മയ്ക്ക് അയക്കും, എന്നിട്ട് അമ്മ അതെനിക്ക് ഫോർവേഡ് ചെയ്യും, ഞാൻ ഇരുന്ന് കേൾക്കും. പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അമ്മ അച്ഛനൊക്കെ എന്ത് പറഞ്ഞു? ലൈക്ക് അവർ അയച്ച ആദ്യത്തെ മെസ്സേജോ അല്ലെങ്കിൽ വിളിച്ചിട്ട് അവർ എക്സ്പ്രസ് ചെയ്തതൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ലേ? അമ്മയെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഫാമിലി അമ്മയ്ക്ക് എല്ലാവരെയും കൊണ്ടുപോയത് കൊണ്ട് എൻ്റെ കൂടെ അല്ല ഫസ്റ്റ് ഷോ കണ്ടത്, അമ്മ നാട്ടിലാണ് കണ്ടത്. അപ്പം അമ്മയ്ക്ക് കണ്ടിട്ട് ഭയങ്കര ഇതായി, എന്നിട്ട് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും എൻ്റെ കൂടെ കാണുന്നതുകൊണ്ട് ഇവിടുന്ന് കണ്ടിരുന്നു. അച്ഛൻ്റെ ഒരു റെസ്പോൺസ് ആയിരുന്നു എനിക്ക് ഇമോഷണലി ഇതായത്. കാരണം അച്ഛൻ വലുതായിട്ട് സിനിമയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല, ഐ മീൻ അങ്ങനെ അന്വേഷിക്കാത്തരും. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കാണ് പോയി കാണുന്നത്. അച്ഛൻ നാട്ടിൽ വന്ന സമയത്ത് ഇപ്പോൾ വെക്കേഷന് നാട്ടിലുണ്ട്, അപ്പം ഒറ്റയ്ക്ക് പോയി കണ്ടു. ഫസ്റ്റ് എനിക്ക് എന്നെ ഇറങ്ങിയപ്പോൾ തന്നെ വിളിച്ചു. പക്ഷെ ഞാനപ്പം എന്തോ തിരക്കിലായിട്ട് ഫോൺ എടുത്തില്ല. അപ്പം എനിക്ക് മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, മോളെ പടം കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്രയും ഈ പറഞ്ഞ പോലെ അച്ഛൻ അറിയില്ല ഞാൻ എന്താ ചെയ്തു വെച്ചേ, അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ടായി ട്രൈ ചെയ്യുന്നത്, സിനിമയ്ക്ക് ഇത്രയും ഞാൻ പാഷനേറ്റ് ആയോന്ന് അറിയാം. പക്ഷെ അതിൻ്റെ റിസൾട്ട് വരുമ്പം ഓക്കെ യു ഡിഡ് ഇറ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മളത് ചെയ്ത് കാണുന്ന റിസൾട്ട്, അതിൽ അച്ഛൻ ഭയങ്കര ഹാപ്പിയായി. ഇപ്പം അച്ഛന് നമ്മൾ ഓരോ ഇൻ്റർവ്യൂസിൻ്റെ ക്ലിപ്സ് അല്ലെങ്കിൽ ഓരോരോ ഇപ്പം ഞാൻ ഹബീബിയുടെ പ്രൊമോഷൻ പോകുമ്പം അവിടെ നമ്മൾ അല്ലെങ്കിൽ നമ്മളെ റിസീവ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോസൊക്കെ വരുമ്പം എല്ലാം ഇരുന്ന് കണ്ട് എല്ലാത്തിനും റിപ്ലൈ ചെയ്ത് അത് എല്ലാവർക്കും അയച്ചു കൊടുക്കും, ഫ്രണ്ട്സിന് എല്ലാവർക്കും. അപ്പം അച്ഛൻ ഇപ്പം എൻ്റെ PR ഏറ്റെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പ്രൊമോഷൻ്റെ എല്ലാ പ്രോഗ്രാമിനും എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എനിക്ക് ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഇതുണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു, ലൂക്ക് ആൻഡ് മിയ. അതിലൊരു പ്രൊപ്പോസിങ് സീൻ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു പോർഷൻ. അപ്പോൾ അതുപോലെ വേണ്ടേ ഒരു റിലേഷൻഷിപ്പ് എന്താണ് ഇപ്പം അതൊന്നും നോക്കുന്നില്ല. ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഇതിൻ്റെ പുറകെയാണ്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു ഇനിയും ചെയ്യണം. ലൈക്ക് നമ്മൾ ഇതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് സിനിമ ചെയ്തുകൊണ്ടായില്ല, ഇനി ഒരെണ്ണം ഇറങ്ങാനുണ്ട് മലയാളത്തിൽ തന്നെ. അപ്പം അതൊന്നും കൊണ്ടായില്ലല്ലോ. നമ്മുടെ ബെസ്റ്റ് കൊടുത്തു എന്ന് നമുക്കൊരു ഓക്കെ ഇനിയും ബെസ്റ്റ് എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ നല്ല പ്രൊജക്ട്സ് നോക്കുന്നു, അതാണ് ഇപ്പം മെയിൻ പരിപാടി. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് നമ്മളൊന്ന് ഓക്കെ നമുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ ചെയ്തു, ആൾക്കാർ ഓർത്ത് വെക്കുന്ന ഒരു സാധനം ഞാൻ ചെയ്തു എന്നൊക്കെ തോന്നുന്ന സമയത്ത് എൻ്റെ ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് അതെ അങ്ങനെ പോവാന്ന് വിചാരിക്കും. ക്രഷ് ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ കോളേജിൽ സ്കൂളിൽ? ക്രഷല്ല, കോളേജിലുണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ദുബായിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ ഉടനെയായിരുന്നു എനിക്ക് ദുബായിലുള്ള സമയത്തായിരുന്നു ഈ സിനിമ ഭ്രാന്തൊക്കെ വന്ന്. ഐ മീൻ എനിക്ക് സിനിമ ചെയ്യണം, ജോലിക്ക് വിടണം എന്നൊക്കെ ഉള്ള. അപ്പം ഓൾറെഡി ഞാനൊരു റിസ്ക് എടുത്തിട്ടാണ് വന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് എൻ്റെ ഫോക്കസ് പോകണ്ടെന്ന് ഓർത്ത് പിന്നെ ഞാൻ ഓക്കെ സിനിമ ഫോക്കസ് ചെയ്യാം, സിനിമയിൽ എന്തെങ്കിലും ആവാൻ പറ്റും എന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് പോയി. ഒരുപാട് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ട്, ലൈക്ക് സിറ്റുവേഷൻഷിപ്പ്, പല ഷിപ്സ് ഉണ്ട്. അപ്പോൾ ഒരു ജെൻസി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സിനോടാണോ അതോ 90s ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സാധനമാണോ ഇഷ്ടം? ടു ബി ഹോണസ്റ്റ്, ഞാനൊരു ഭയങ്കര ഫാമിലി പേഴ്സണാണ്. എനിക്ക് അങ്ങനത്തെ സ്ട്രോങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടൊക്കെ ഭയങ്കര വാല്യൂ ചെയ്യുന്ന ആളാണ്. മേ ബി ഇത് തെറ്റ്, അത് ശരിയെന്നല്ല പറയുന്നത്, ഞാൻ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു പേഴ്സണാണ്. എന്നെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും നീ മറ്റേ പഴയ ആൾക്കാരെ പോലെയാണല്ലോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതും ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം, കല്യാണം കഴിക്കണം, ലൈക്ക് നല്ല ഫാമിലി ബിൽഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ
ചുമ്മാ ഇങ്ങനെ റിലേഷൻഷിപ്പ് അത് പോട്ടെ വേറെ അങ്ങനെ അല്ല, കുറച്ചുകൂടെ ഭയങ്കര value കുറച്ച് ചെയ്യുന്ന എടുക്കുന്ന കൂട്ടത്തില്ല. ഭയങ്കര ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ആളാണ്.